കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം വനം വകുപ്പിന് അവകാശമില്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ വനം വകുപ്പിന്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് വിധിയെന്ന ഹർജിക്കാർ. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് 100 അടി വീതിയിൽ റോഡ് തിരിച്ചിടണമെന്നും ഹർജിക്കാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം വനം വകുപ്പിന് അവകാശമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കോറിഡോറും ഇടുക്കി എറണാകുളം ജില്ലയുടെ ജീവനാഡിയുമായ കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ 980 കോടി രൂപ മുടക്കിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം വനമാണെന്നും ആയതുകൊണ്ട് നിലവിലുള്ള വീതിയിൽ കൂടുതൽ ടാറിംഗ് നടത്തുവാനോ കാനകൾ നിർമ്മിക്കാനോ സംരക്ഷണ ഭിത്തി കെട്ടാനോ സാധ്യമല്ല എന്ന് പറഞ്ഞ് വനം വകുപ്പ് റോഡ് പണി തടസ്സപ്പെടുത്തുകയുണ്ടായി. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന നാഷണൽ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന സ്ഥലം കൂടിയാണ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ പ്രതികരിച്ച് ഹർജിക്കാർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ യാതൊരു അധികാരവുമില്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ അധികാരം സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് വിധിയെന്നും ഭാവിയിലെങ്കിലും ഇത്തരം ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വനം വകുപ്പ് വിട്ടുനിൽക്കണമെന്നും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് 100 അടി വീതിയിൽ റോഡ് തിരിച്ചിടണമെന്നും ഹർജിക്കാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എറണാകുളം ഇടുക്കി ജില്ലയെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ കുക്കൽക്കുഴി ബന്ധമുള്ള ഈ റോഡ് വൈഡനിങ്ങിനും എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ വനം വകുപ്പ് ഒരു വലിയ പ്രതിസന്ധിയായി മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് എറണാകുളം ഇടുക്കി ജില്ലകളുടെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കോടതിയിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം കോടതിയിൽ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ പറ്റി. ഈ വിധി പൂർണ്ണമായും ഇവിടുത്തെ മലയാള ജനതയ്ക്ക് ഇപ്പം സമർപ്പിക്കുമ്പോൾ തന്നെ അല്പം ആശങ്കയോടുകൂടിയാണ് ഈ വിധിയെ നമ്മൾ നോക്കി കാണുന്നത്. ഫണ്ട് ലാപ്സായി പോകുന്നു, ജനങ്ങൾ ദുരിതത്തിലാവും. ഇതൊന്നും പ്രശ്നം. ആയിരക്കണക്കിന് വണ്ടികൾ ദിവസം പോകുന്ന വഴിയാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു വിധി വാങ്ങിച്ചിട്ടുണ്ട്. ആ വിധി ഇടുക്കി ജനതയ്ക്ക് കിട്ടിയ വിധിയാണ്. അതിനകത്ത് ഹർജിക്കാരായിട്ട് പോയിരിക്കുന്നവർ വിധിയല്ല. അത് ബഹുമാനപ്പെട്ട നീതിപീഠം തന്നിരിക്കുന്നത് ഇടുക്കി ജനതയ്ക്ക് വേണ്ടിയാണ്. ആ ഇടുക്കി ജനത അത് പാളിപ്പോകാതെ, വിധിയിൽ സ്പെസിഫിക് ആണ്, പാളിപ്പോകാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ വനം വകുപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിൽ ഭയപ്പെടുന്നു. ഇടുക്കി ജനത ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ ഉത്തരവിൽ മായം ചേർക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം ഡിഗ്രി വിദ്യാർത്ഥിനി കിരൺ സിജു, കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാബിൻ ജെയിംസ് വാളറയിൽ റോഡ് സൈഡിൽ കരിക്ക് വിറ്റപ്പോൾ വനത്തിൽ അതിക്രമിച്ച് കയറിയെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ച മീരാൻ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രസ്തുത റോഡ് രാജഭരണ കാലം മുതൽ തന്നെ 100 അടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടുകൊടുത്തതാണെന്നും നിലവിലുള്ള റോഡിന്റെ നടുക്കുനിന്നും ഇരുവശങ്ങളിലേക്കും 50 അടി വീതമുള്ള ഭാഗത്ത് വനം വകുപ്പിന് അവകാശമില്ലെന്നും അത്രയും ഭാഗം അളന്ന് കുറ്റിവെച്ച് മാറ്റിയിടണമെന്നും കിഫ ഹൈക്കോടതിയിൽ വാദിച്ചതിനെ തുടർന്നാണ് വിശദമായ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് 100 അടി വീതിയിൽ വനം വകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും യാതൊരു കാരണവശാലും വനം വകുപ്പ് റോഡ് പണി തടസ്സം നിൽക്കാൻ പാടില്ലെന്നുമുള്ള ഇടുക്കിയെ സംബന്ധിച്ച ചരിത്ര പ്രാധാന്യമുള്ള വിധി പ്രഖ്യാപിച്ചത്. അടിമാലിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ഹർജിക്കാരായ കിരൺ സിജു, സിജുമോൻ ഫ്രാൻസിസ്, ബാബിൻ ജെയിംസ്, മീരാൻ ഇരുമ്പുപാലം, റസാഖ് ചൂരവേലിൽ, ഡയസ് പുല്ലൻ, ബിനു വത്സൻ, സുധർലാൽ ചന്ദ്രൻ, അജിത് കുമാർ മാങ്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.